എനിക്കിവിടെ ബേസിക്കലി ഒരു പരാതി വരുന്ന എപ്പോഴാണെന്നറിയോ? മിക്കോരോടും ഞാൻ പരാതി പറയുന്ന എപ്പോഴാണെന്നറിയോ? ഈ ഭാര്യയും കൂടെ കൊണ്ടുവരാത്തപ്പോഴാ. എന്നാ ഭാര്യ വരാഞ്ഞേ? അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. അടുത്ത പ്രാവശ്യം. ഇപ്രാവശ്യം എന്നാ പറ്റി? ഇപ്രാവശ്യം മോക്ക് സ്കൂളുണ്ട്, പിന്നെ ഇളയവന് 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവനെയും കൊണ്ട് വരാനുള്ള ചില കുഞ്ഞു കൊച്ചല്ലേ, അന്നേരം പിന്നെ നോക്കിയല്ലോ. ഓക്കെ. മോള് സ്കൂളിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അവള് മരടില് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളില്. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സില്? അവള് 6ാം ക്ലാസ്സില്. 6ാം ക്ലാസ്സിലോ? അപ്പൊ ഒരു വീട്ടമ്മയുടെ സകല പ്രാരാബ്ദങ്ങളും ഉണ്ട്. ഒരു വീട്ടമ്മ ആയതുകൊണ്ട് എനിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് പരാതിയില്ല. പക്ഷെ എന്നാലും ഒരു സന്തോഷമായിരുന്നു, പിള്ളേരെയൊക്കെ ഒന്ന് കാണാറുണ്ടല്ലോ. ഇനി ഒന്ന് പറഞ്ഞേ, സിനിമയിലേക്ക് വന്നതും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഞാനിപ്പം എയർടെൽ സെയിൽസ്മാൻ ആയിരുന്ന സമയത്ത് MG ശ്രീകുമാർ സാറിന് തൈക്കാട് വീട്ടിൽ അദ്ദേഹത്തിന് ഒരു എയർടെൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2-3 പ്രാവശ്യം അതിനുവേണ്ടി കാണേണ്ടി വന്നു. 3ാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ എനിക്കൊരു ഷോക്കായിരുന്നു പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും. അപ്പോൾ എനിക്കറിയില്ല, അപ്പം എനിക്ക് താല്പര്യമില്ലായിരുന്നു ആ സമയത്ത്. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലാതെ അഭിനയിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് അപ്പം വായിൽ വന്നത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടല്ല, ഞാൻ ചെയ്യും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യും. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഇരിക്കുന്നു. അങ്ങനെ ഹരിഹരൻ സാറിനെ, അപ്പം അദ്ദേഹത്തിന് മുമ്പേ പറഞ്ഞു ഇങ്ങനെ ഡയറക്ടർ ഹരിഹരൻ അദ്ദേഹം പുതുമുഖങ്ങൾ വെച്ച് സിനിമ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പം ഞാൻ 2-3 ദിവസം മുമ്പാണ് എൻ്റെ അകത്ത് ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈയിൽ നിന്ന് വന്നത്. അപ്പം അതെ ഒരു പാട്ട് അദ്ദേഹം പാടിയത്. അപ്പം ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഫിഗറാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് തോന്നുന്നു. അപ്പം അതെ ഹരിഹരൻ സാർ പറഞ്ഞിരുന്നു. ഹരിഹരൻ സാർ പറഞ്ഞു തന്നിരുന്നു വെച്ചാൽ ഒരു 21 തൊട്ട് 25 വയസ്സ് പ്രായമുള്ള ആൾ വേണം, വെളുത്ത നിറം വേണം, ഒരു 6 അടി ഉയരം, പിന്നെ വലിയ കണ്ണ്, നീണ്ട മൂക്ക്, ഇതൊക്കെ അതെ ആ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹീറോയും വില്ലനും കലർന്ന ഒരു ലുക്കാണ് വേണ്ടത്. ഹരിഹരൻ സാറിൻ്റെയൊക്കെ ഇങ്ങനെ ചോദിച്ചു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. കൊച്ചിലെ തൊട്ട് ഞാൻ എപ്പോഴും ഈ എന്താണ് ഇപ്പോൾ ആനുവൽ ഡേക്ക് ആയാലും എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പെർഫോം ചെയ്യുമ്പം ഞാൻ ഇവിടെ ക്രൗഡിൻ്റെ കൂടെ നിന്ന് ഞാൻ ക്ലാപ്പ് അടിക്കുന്നതല്ലാണ്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു സ്പാർക്ക് കിട്ടിയാൽ മതി, ബാക്കി ഞാൻ മോൾഡ് ചെയ്തെടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും MG ശ്രീകുമാർ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ 2-3 സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ഓക്കെ. ഇപ്പോൾ പറഞ്ഞു പിള്ളേരുടെ നേരെ കാണുമ്പോഴൊക്കെ ചുമ്മാ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുവാന്നേ. ഇപ്പം സ്വന്തമായിട്ട് പിള്ളേരായപ്പോൾ തന്നെ അതെ, അപ്പം മാറിയല്ലോ. പിന്നെ നമുക്ക് കറക്റ്റ് കുട്ടികളുടെ എന്താണ് ഇതെന്നുള്ളത് ഫീൽ. അപ്പനായപ്പോ ആ ഒരു അറ്റാച്ച്മെന്റ് എന്താണെന്ന് മനസ്സിലായി. ചേച്ചി അന്ന് എൻ്റെ പ്രായം 24 വയസ്സേ ഉള്ളൂ. അപ്പോൾ 24 വയസ്സിൽ എൻ്റെ ചിലപ്പോൾ ഒരു ഇമ്മച്യൂരിറ്റി ആയിരിക്കാം ഞാൻ കൂടുതൽ കുട്ടികളുടെ അടുത്ത് പോകാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 25 വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചു. എനിക്ക് 26 വയസ്സിൽ കുട്ടിയുണ്ടായി. അപ്പോൾ കുട്ടിയുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നാച്ചുറലി പിന്നെ അപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ മോളെ ഞാൻ അത്രയും കൂടുതൽ കൊഞ്ചിച്ചിട്ടില്ല എൻ്റെ മകനെ ഞാനിപ്പോൾ കൊഞ്ചിക്കുന്ന പോലെ. അത് പ്രായത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. അപ്പോൾ എൻ്റെ വൈഫ് പറയണത് എന്താണ്, സൈജു ആക്ച്വലി റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നില്ല ആ സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 4 വർഷം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കണമെങ്കിൽ ചിലപ്പം മെച്ചോർഡ് ആയേനെ. അപ്പം ഈ പഠിച്ചതൊക്കെ എവിടെയാ? പഠിച്ചതൊക്കെ മഹാരാഷ്ട്രയിൽ, നാഗ്പൂരിൽ. അച്ഛൻ അവിടെ ഇരുന്ന് ജോലി, അച്ഛൻ ഡിഫൻസ് അക്കൗണ്ട്സ് ഓഫീസർ ആയിരുന്നു. അപ്പോൾ 1ാം ക്ലാസ് തൊട്ട് അവിടെ പഠിച്ചു. പിന്നെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 1 വർഷം ICICI ബാങ്കിൽ വർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ അവിടെയായിരുന്നു. ഞാനൊരു 21 വർഷം അവിടെ നാഗ്പൂരിലായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഷാജി കല സാറിന്റെ പടത്തിൽ ഞാൻ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് സിനിമയിൽ ഹിന്ദി സംസാരിക്കാൻ. നമുക്ക് ആ പ്രൊനൗൺസിയേഷൻസ് എല്ലാം വരും കറക്റ്റ് ആയിട്ട്, ആ സ്ലാങ് എല്ലാം അല്ലേ. അത് ഇത്രയും ഹെൽപ്ഫുൾ ആവുമെന്ന് അന്ന് വിചാരിച്ചില്ല. ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇത്രയും നല്ലൊരു ജോലിയും കിട്ടിയേച്ച് പിന്നെ എന്നാ അത് വേണ്ടാന്ന് വെച്ചേ? ചേച്ചി ഞാൻ മൈനിങ് എഞ്ചിനീയറിംഗ് ചെയ്തത്. അപ്പോൾ എൻ്റെ അച്ഛന് ഒരു മോഹം ഉണ്ടായിരുന്നു, മകള് ഡോക്ടറാക്കണമെന്നും മകനെ എഞ്ചിനീയർ ആക്കണമെന്നും. അപ്പം ചേച്ചി പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. ചേച്ചി അത്ലറ്റിക്സിലൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ചേച്ചി ഓൾറൗണ്ടർ ആയിരുന്നു ബേസിക്കലി. അപ്പോൾ ചേച്ചി അങ്ങനെ വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പം എന്താണ് വെറ്റിനറി ഡോക്ടർ, അപ്പോൾ ഡോക്ടറാണല്ലോ. പിന്നെ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 12ാം ക്ലാസ് പാസ്സാകുന്നത്. അപ്പം എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ അറിയാം എഞ്ചിനീയറിംഗിൽ ഒരുപാട് പഠിക്കാനുണ്ട്, എന്നെക്കൊണ്ട് നടക്കില്ല. അപ്പോൾ പക്ഷേ അച്ഛൻ്റെ മോഹം സാധിക്കുകയും വേണം. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ സീനിയേഴ്സ് ഫസ്റ്റ് ഇയറിൽ ഡ്രോയിങ് ബോർഡും മറ്റേ ഡ്രാഫ്റ്ററൊക്കെ പിടിച്ചിങ്ങനെ പോകുന്നതാകുമ്പോൾ അതിൽ എനിക്കൊരു കുറച്ചൊരു ഇതുണ്ട്. അപ്പോൾ നമ്മളൊരു നോർമൽ ഡിഗ്രി BSc BA എടുക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്ററും ഡ്രോയിങ് ബോർഡും പിടിച്ചുകൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എനിക്ക് അതായിരുന്നു ക്രേസ്. ആ ഒരു ജാട. അപ്പോൾ ജാടെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞങ്ങളുടെ കോളനിയിൽ തന്നെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല.
അപ്പൊ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ജാടയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഓർത്തു മൈനിങ് കുറച്ച് ഈസിയാണ്. അപ്പം മൈനിങ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ മൈനിങ് തന്നെ പിടിച്ചു പോങ്ങി. എന്നിട്ട് പിന്നെ മൈനിങ്ങിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് മൈനിങ്ങും ഈസി അല്ല, അതും ഭയങ്കര ടഫായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പാസ്സായി. ഞാൻ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ പാസ്സായി. പിന്നെ എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത് ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ഹൈദരാബാദ് ബേസ്ഡ് ആണ്. അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, അവിടെ എനിക്ക് ജോലി കിട്ടി. ഹൈദരാബാദ് അല്ലായിരുന്നു ജോലി, എന്നെ പോസ്റ്റ് ചെയ്തത് റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ബീഹാറീസ്, ഇപ്പോൾ റാഞ്ചി മറ്റേ ജാർഖണ്ഡിലാണ്, അന്ന് ബീഹാർ ഒരേ സ്റ്റേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ റാഞ്ചി ഒരു എന്താണ് ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ ലോണാവലയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ലോണാവല പോലത്തെ ഒരു സ്ഥലമായിരിക്കും, അപ്പോൾ അടിപൊളി നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റാഞ്ചിയിലെത്തി. റാഞ്ചിയിൽ ഓഫീസ് കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും അന്നത്തെ എൻ്റെ ബോസ് അവിടുത്തെ പറഞ്ഞത്, റാഞ്ചിയിലല്ല, ഇവിടുന്ന് 40 കിലോമീറ്റർ ദൂരെ രാംഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ബസ് കയറി രാംഗഡിലേക്ക് പോകുന്നു. ഈ രാംഗഡ് എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. അവിടെ അപ്പോൾ ഈ മൈൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും റിമോട്ട് ഏരിയാസിലായിരിക്കും, അത് ഒരിക്കലും സിറ്റിയിലൊന്നും ആയിരിക്കില്ല. അവിടെ വളരെ കുറച്ച് പോപ്പുലേഷനെ കാണുള്ളൂ ആ സ്ഥലത്ത്. ഈ മൈൻസ് കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കുന്നുള്ളൂ. ഭയങ്കര ഡസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഡസ്റ്റ് അലർജി ഒന്നുമില്ല, പക്ഷെ എന്നാലും ഡസ്റ്റ് ആയിരിക്കും. ഞാൻ ചെന്ന സമയത്ത് ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്, ഞങ്ങളുടെ പോസ്റ്റിന്. അപ്പോൾ ജെറ്റ് എന്നാണ് പറയുന്നത്, JET. അപ്പം ഈ ട്രാൻസ്ഫറായി പോകേണ്ട JET പോയിട്ടില്ല. അപ്പോൾ പുള്ളി ഓൾറെഡി ഗസ്റ്റ് ഹൗസിലുണ്ട്. അപ്പോൾ എനിക്ക് പുള്ളി പോയാലേ ഗസ്റ്റ് ഹൗസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഓൺ അക്കോമഡേഷൻ നോക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ റിക്ഷക്കാരുടെ ചോദിച്ചപ്പോഴത്തേക്കും എന്താണ് ഇവിടെ ഏതാ നല്ല ഹോട്ടൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, സാബു വാപ്പേക്ക് ബഹുത് ബഡാ ഹോട്ടൽ എന്തോ പേര് പറഞ്ഞു, മസ്ത് ഹോട്ടൽ എന്ന് പറഞ്ഞു. അവൻ ശരി. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുന്നു. മസ്ത് ഹോട്ടൽ എന്ന് പറഞ്ഞത് ഒരു ലോഡ്ജാണ്. ആ ലോഡ്ജിൽ ഏറ്റവും നല്ല റൂം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും നല്ല റൂമിൽ ഞാൻ എൻ്റർ ചെയ്തു. ഈ ഓടാമ്പൽ, അതായത് ഈ ഡോർ ഇങ്ങനെ തുറന്നാൽ ഓടാമ്പൽ ഇങ്ങനെ കിടക്കും. ആർക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ചെയ്ത് അകത്തേക്ക് വരാം. ബാത്റൂമിന് ഡോറില്ല. അപ്പം അന്ന് ഈ ATM ഒന്നും അത്രയും ഇതല്ല. പിന്നെ ഈ രാംഗഡിൽ ATM ഇല്ല. അപ്പോൾ അച്ഛൻ എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നു. ഈ കാശ് വെച്ചുകൊണ്ട് അപ്പം എനിക്ക് പേടിയാണ് ആരെങ്കിലും വന്ന്. ഒന്നാമത് ബീഹാറാണ്, ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ക്രൈം നടക്കുന്ന സ്ഥലമാണ്. എനിക്കാണെങ്കിൽ രാത്രി ഉറക്കം പറ്റില്ല, ഭയങ്കര പേടിയും. പിന്നെ അങ്ങനെ ഒരു 3-4 ദിവസം ഞാൻ അവിടെ നിന്നുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് നാഗ്പൂരിലേക്ക് പോയി അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നടക്കില്ല ഈ പരിപാടി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ICICI ബാങ്കിൽ വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ ഓരോ കമ്പനീസിൽ ഞാൻ പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങി. എനിക്ക് അച്ഛൻ നിർബന്ധിച്ചിട്ട് ഞാൻ വന്ന സമയത്ത്, നാഗ്പൂരിൽ നിന്ന് വന്ന സമയത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചേർത്തലയിൽ രജിസ്റ്റർ ചെയ്തു എൻ്റെ പേര്. അപ്പോൾ അച്ഛൻ ഈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പം മകളും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആയി, വെറ്റിനറി ഡോക്ടറാണല്ലോ. അപ്പോൾ അച്ഛന് മകനും കൂടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു രസമായിരിക്കും എന്നൊക്കെ അച്ഛൻ മനസ്സിൽ വിചാരിച്ച് കാണും. അപ്പോൾ ഞാൻ ICICI ബാങ്കിൻ്റെ ജോലി വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ജോലിയില്ല. അപ്പോൾ അച്ഛൻ കൊണ്ടുപോയി എന്നെ അവിടെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു 2010-2011 കണ്ടാണ് ആദ്യം വിളി വരുന്നത്, അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റിൻ്റെ പോസ്റ്റിൽ. അപ്പം അങ്ങനെ അപ്പം ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, എടാ ഇങ്ങനൊരു സംഭവം. അപ്പോൾ ഞാൻ ഷൂട്ടിലാണ്, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, അപ്പം ഇതാണ് ഡേറ്റ്. അപ്പം അന്ന് ആദ്യം പറഞ്ഞേക്ക് സിനിമാക്കാരുടെയൊക്കെ എങ്ങനെ. ഞാൻ പറഞ്ഞു, അച്ഛാ ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പടത്തിലെ ഹീറോയൊന്നും അല്ല, ഞാനിപ്പം എന്താണ് വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കാൻ. ഞാനടുത്ത് സപ്പോർട്ടിംഗ് റോൾ. അപ്പോൾ കർമ്മയോഗി എന്ന് പറഞ്ഞ VKPയുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് സമ്മതിക്കില്ല. ഇല്ലില്ല, നീ അത് അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നീ അത് റെഡിയാക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അപ്പം ജോലി എങ്ങനെ കിട്ടുവാണെങ്കിൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ജോലി കിട്ടണമെങ്കിൽ ജോലി ചെയ്യണം, സർക്കാർ ജോലിയല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അത്. അപ്പോൾ പിന്നെ അച്ഛൻ കുറച്ച് നിരാശനാകുന്നു. അപ്പോൾ അമ്മ പറയുന്നു, എടാ നീ അച്ഛന് പ്രായമായില്ലേ, നീ അച്ഛൻ പറയണ കേൾക്കാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അന്ന് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡാണ് എൻ്റെ സിനിമ കരിയറിൽ. അപ്പോൾ ഞാനും ഓർത്ത് ഓക്കെ ലെറ്റ്സ് ട്രൈ എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ നമ്മുടെ അസോസിയേറ്റ് വാവച്ചേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് ആ ദിവസം ഒന്ന് ഫ്രീ ആക്കി. എന്നിട്ട് ഞാനും അച്ഛനും കൂടെ ട്രാവൽ ചെയ്യണം. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ 4 മണിക്കൂർ ഒരു 10 പ്രാവശ്യം അച്ഛൻ പറഞ്ഞു, അവർ ഉറപ്പായിട്ടും ആരെങ്കിലും ഒരാൾ നിന്നെ മനസ്സിലാക്കും. അപ്പോൾ അവർ ചോദിക്കും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ സിനിമ ചെയ്യുമെന്ന്. അപ്പോൾ നീ പറയണം ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ്, അച്ഛാ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുവാണെങ്കിലോ? എടാ അവർ ലീവ് വരുവാണെങ്കിൽ നീ ഇപ്പോൾ ചെയ്യേ, അല്ലെങ്കിൽ നീ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൺവിൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി. അച്ഛന് ജോലി മസ്റ്റാണ്. അച്ഛന് ഈ മറ്റേ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള ജോലിയാണ്. അച്ഛന് ഇപ്പോഴും എനിക്കൊന്ന് ഇപ്പോൾ കുറച്ച് ഓക്കെയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ അച്ഛന് അതെ ഇടയ്ക്കിടയ്ക്ക് പറയും. ആ വഴക്കിൻ്റെ ഒരു അളവ് കുറയുകയും ആ ഒരു
രൂക്ഷത അത് കുറഞ്ഞതല്ലാണ്ട് അച്ഛന് സമാധാനമായിട്ടില്ല. അച്ഛൻ ഇപ്പോഴും എൻ്റെ ഇപ്പം എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ അച്ഛൻ ഹാപ്പിയാണ്. അച്ഛന് സിനിമ ഓഫ് കോഴ്സ് അച്ഛന് കാണാൻ ഇഷ്ടമാണ്. എന്നാലും അച്ഛന്റെ ഒക്കെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോ അല്ലേ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സെക്യൂർ ആണ് മക്കളെ, പേടിക്കണ്ട ലൈഫ് ലോങ്. അതാ അച്ഛമ്മ എല്ലാം നോക്കുന്നത്. കറക്റ്റ്. ഓക്കെ. എന്നിട്ട് പിന്നെ ഞാൻ ഇന്റർവ്യൂവിന് കയറി. അപ്പോൾ അവിടെ 4 പേരോ 5 പേരോ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരാൾ തമിഴിനാണ്, അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി തന്നെ. 15 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഓരോ ആൾക്കാരാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ പല ക്വസ്റ്റ്യൻസും ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ മൈനിങ് 2001 പാസ്സായതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മൾ പാസ്സാകാൻ വേണ്ടി പഠിച്ചതാണ്, അല്ലാണ്ട് ഇതിൽ കരിയർ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ തലേദിവസം കുറച്ച് സാധനങ്ങളൊക്കെ കേരളത്തിലെ മൈനിങ് എൻവയറമെൻറ്റ് എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ. കുറേ കാര്യങ്ങൾ കിട്ടി. അത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞു. ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കണ്ട് തെറ്റിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ലാസ്റ്റ് ചോദിച്ചു, യു ബീങ് എ ഫിലിം ആക്ടർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമോ? അപ്പം പെട്ടെന്ന് അച്ഛനെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രൊഫൈൽ എന്താണെന്നുള്ളത് അറിയില്ല. ഈ അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റിൻ്റെ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഒരു പെൺകുട്ടിയും സെലക്റ്റായി ഈ 15 പേരിൽ നിന്ന്. എനിക്ക് പോസ്റ്റിംഗ് തൃശ്ശൂർ. അങ്ങനെ ഞാൻ തൃശ്ശൂരെത്തുന്നു. തൃശ്ശൂരെത്തി ജോയിൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ സീനിയർ ജിയോളജിസ്റ്റിൻ്റെയൊക്കെ ഞാൻ വെച്ചു, സാർ എക്സാക്ട്ലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളി പറഞ്ഞു സൈജുവിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഇല്ലീഗൽ മൈനിങ് നടക്കുമല്ലോ. അപ്പോൾ ഈ ടിപ്പറിൽ മറ്റേ മണലൊക്കെ കടത്തിക്കൊണ്ട് വരും. അപ്പോൾ റോഡ് സൈഡിൽ പോയി ഹൈവേയിലൊക്കെ പോയി നിൽക്കുക. എന്നിട്ട് ഇവരെ പിടിച്ചിട്ട് ഫയൽ എഴുതി കൊടുക്കുക. ഇതാണ് പരിപാടി. അപ്പം ഞാൻ ഓർത്തപ്പം കുറച്ച് പേരെങ്കിലും എന്നെ അറിയുമല്ലോ. ഞാൻ എങ്ങനെയാണ് ഈ മറ്റേ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് അവിടെ പോയി നിന്ന് ഈ മറ്റേ വെയിലും കൊണ്ട് ദിവസം മുഴുവൻ റോഡ് സൈഡിൽ നിന്ന്, ഇത് ഭയങ്കര പണിയാണല്ലോ. ഞാനപ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇതാണ് സംഭവം, അതിനെന്താ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ല അച്ഛാ ഈ എന്താണ് കുറച്ച് പേരെങ്കിലും എന്നെ അറിയുമല്ലോ. അപ്പോൾ ഈ ചില പയ്യന്മാരൊക്കെ ചിലപ്പോൾ എന്നെ അറിയാൻ സാധ്യതയുണ്ട്. ഈ പയ്യന്മാരൊക്കെ വന്നിട്ട് വെറുതെ അതൊരു ഒരു നീ എന്തിനാ അവരുടെ കാര്യം നോക്കുന്നത്? അവരൊന്നും അല്ലല്ലോ നിനക്ക് ചിലവിന് വരുന്നത്. നീ നിന്റെ കാര്യമല്ലേ നോക്കേണ്ടത്. ഞാനാകെ പെട്ടു. പക്ഷേ അതേപോലെ റാഞ്ചി പോയ പോലെ ഇത് ഞാൻ 4 ദിവസം കൊണ്ട് വിട്ടു.